ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നത്തി വന്നാസി അജ്മഈന മുഴുവനും കുത്തിയിറക്കുന്ന അതിൽ ഒന്നാക്കല്ല. ആ ആർക്കാ തിന്നാൻ പറ്റില്ല. ആ ഒന്നിലിനാക്കണേ എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണം. വാഹിദും മിൻ അലിഫ്, ഒന്ന്. ആ ഒന്ന് ആർക്കും ശ്രമിക്കാം. ഒരു SLC പരീക്ഷ എഴുതിയാല് തോൽക്കോ ജയിക്കോ നമുക്കറിയില്ലേ. എന്താണ് മാലിന്യം, എന്താണ് നല്ലത്, എന്താ തിരിച്ചറിയില്ല. കഴിവ് തന്നിട്ടുണ്ട് അല്ലെ. ഒലൗശീന അങ്ങനെയാണ്. ഒലാ യുകല്ലിഫുല്ലാഹു നഫ്സും ഇല്ലാ ഉസ്അഹാ. ഒരു നെഫ്സിനും കഴിയാത്ത അല്ലാഹ് എഴുതി വെച്ചിട്ടില്ല. ഇല്ലല്ല, ഏത് ആത്മാവിനും നെഫ്സ് എല്ലാവർക്കും അവളുന്നാ നെഫ്സിന് പേര്. ആണിനും പെണ്ണിനും നെഫ്സിന് അവളുന്നാ, അല്ല പുരുഷന് വേറെയല്ല. ഒക്കെ നെഫ്സ് ഒന്നാണ്. അത് രണ്ടാൾക്കാരുള്ളൂ അള്ളാഹ് സൃഷ്ടിച്ചിട്ട്. ആണിനും പെണ്ണിനും. മനുഷ്യരാണ് ജാതി മതമൊക്കെ ഉണ്ടാക്കിയത്. ഓ മനുഷ്യനാ വിളിച്ചത് അല്ലേ. ആദമിന്റെ മുതുകിൽ നിന്നാ എല്ലാരും വന്നത്, അല്ലാതെ വേറൊരാളെ മുന്നിൽ നിന്നല്ല വന്നത് അല്ലേ. അപ്പൊ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് വന്നതാണ്. അപ്പം ഫുസ്സിലത്ത് സൂറത്തിലുണ്ട്, 41, 43 ഇത് അജീയമായ ഗ്രന്ഥമാണ്. അലിഫ് ലാം മീം. അള്ളാഹുവിൽ നിന്ന് ജിബ്രീൽ മുഖാന്തരം മുഹമ്മദ് നബിക്കാത് കൊടുത്തത്. റൂഹുൽ അമീൻ എന്ന് കൽബിലേക്ക് ഇട്ടുകൊടുത്തു. ഷുഹറാ സൂറത്ത് 192, 192, 194 വരെ നോക്കിയാൽ മതിയിലുണ്ട്. ദാലിക്കൽ കിതാബു ലാ റൈബ ഫീ ഹുദൽ ലിൽ മുത്തഖീൻ. ഇത് മുത്തഖീങ്ങൾക്ക് ഉദയാണ്, സന്മാർഗമാണെന്നുണ്ട്. അതെവിടെയാണ് അറിയോ? ബുറൂജ് സൂറത്ത് 21, 22 ബല്ലുവ ഖുർആനും മജീദ് ഫീ ലൗഹിൽ മഹ്ഫൂസ്. ചട്ടക്കുള്ളില് ഇന്നെ കണ്ടുകൊണ്ട് ആരാ ജീവിക്കണ്? ഓനാണ് ഒന്നാമെന്നാണ്. അള്ളാനെ കണ്ടുകൊണ്ട് ജീവിക്കണം. നർത്തത്തിൽ ഇരുത്തുന്ന അള്ള കാണുന്നുണ്ട്. അള്ളാഹ് മയക്കല്ല, ഉറക്കല്ല ഉണ്ടോ? ഇല്ല. ബിഹിദിനി റബ്ബിന്റെ കൽപ്പന ഒരു അടിയണ്ട് വെക്കാൻ പറ്റില്ല. ഒരില പോയി വീഴുന്നത് ഏതാ എവിടെയാണ് അള്ളാഹ്ക്കുള്ള അറിയാം. അപ്പൊ റബ്ബിനെ മുറുകെ പിടിച്ച് നടക്കുക. ഈ മതി സ്ഥലത്ത് സുജൂദിന്റെ തിലാവത്തുണ്ട്. അതറിയോ? ആർക്കേലും അറിയില്ലല്ലോ. മോനറിയോ? ഇല്ല, അറിയില്ല. എന്നാല് ഇക്ര വിശി 19 ഇക്ര വിസ്മി 19, 19 ആയത്തുള്ളതിൽ സജദ 15, റഹദ് 15, ഫുർഖാൻ 60, സ്വാദ് 24, അജ്ജ് സൂറത്ത് 2 സ്ഥലത്ത് 77, 18, ഫുസ്സിലത്ത് 38, ഇൻഷിക്കാക്ക് 21, ഇസ്രാ 150, അറാഫ് 206, നെജ്മ് 62, നഹൽ 50, നംലി 26, സ്വാദ് 24, ഫുർഖാൻ 60. അങ്ങനെ 15 സ്ഥലത്ത്. 15 സ്ഥലത്തായോ? മറന്നോ? വിട്ടുപോയോ? മറക്കേ. 62 വയസ്സായില്ലേ. ഇത് കാണാതെ പറഞ്ഞിരുന്നേ സുജൂദിന്റെ തിലാവത്ത്. ഒരു കാലിയോരോട് പോയി ചോദിച്ചാൽ ആ പുസ്തകം നോക്കേണ്ടി വരും. ഒരിക്കത് മറിച്ചു നോക്കേണ്ടി വരും. ഞാൻ നോക്കട്ടെ അല്ലേ. ശരിയാണ്. അപ്പൊ ഇതിട്ട് പെരുമാറുന്നില്ല. ഇതിട്ട് പെരുമാറുന്ന നമ്മള് അപ്പോഴുള്ളൂ. ആവർത്തിച്ച് ഓതുന്ന ഗ്രന്ഥം ഉമ്മുൽ കിതാബ് ഫാത്തിഹ. ഹിജ്ർ സൂറത്ത് 87 നരകത്തിന്. ഹിജ്ർ 44 നരകത്തിന് 7 പേര്. ഹിജ്ർ 44 ചിന്തിക്കണം നമ്മളങ്ങനെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാറൊന്ന് പോകൂലേ. നാറ്, ജഹന്നം, ജഹീം, ഉത്തമ, സഹീർ, സക്കർ, വൈല്. ഇതൊക്കെ ഖുർആന്റെ പേരുകളാണ്. ആയത്ത് ഓരോന്നുണ്ട്. പക്ഷെ ഇതൊന്നും പറയില്ല. വെറുതെ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. എന്തൊരു നാറ്? ആ 7 വാതില്, 7 ശിക്ഷക്കില്ല. 7 ശിക്ഷയാണ്. ഓരോരുത്തർക്കും ഓരോ ശിക്ഷ. അതിന് 7 വാതിലാ. സ്വർഗം വിശാലാണ്, നരകം ഇടുങ്ങിയതാ. എല്ലാരും കുത്തിയിറക്കണ്ടേ? കുല്ലുറബിനാസിലില്ലേ മിനൽ ജിന്നത്തി വന്നാസ്. 7 ആയത്തിന്റെ ഖുർആനില്. നേരത്തെ 7 ആയത്തില്ലേ? അതേതായത്തറിയോ? സജദ 13. ഇതൊക്കെ അള്ളാന്റെ കലാമ. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിക്കാണ്ട് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. അതിന് പ്രതിഫലം വാങ്ങിയിട്ടില്ല. റസൂലുള്ളാഹി എന്താ ചെയ്തത്? ആടുമേച്ചും, തൊപ്പി തുന്നി, കൊട തുന്നി, നടന്നിന് ചെരുപ്പ് തുന്നി. ഒരു പ്രതിഫലം വാങ്ങിയിട്ടില്ല. അതൊന്നും വാങ്ങാൻ അർഹതല്ല എന്നാ പറഞ്ഞിന്. ഒരു പ്രതിഫലം വാങ്ങിയിട്ടില്ല. സിദ്ദീഖും ഉമർ ഖത്താബും ഒക്കെ തന്നെ ആടുമേച്ചും ഒക്കെ കഴിഞ്ഞ. മോളെ അത് പാടില്ല. ഖജനാവത്തെ പൈസ മനുഷ്യന്മാർ അത് യുദ്ധത്തിന് മുതലാണ്. നമുക്ക് ചെരുപ്പ് തുന്നി കൊട തുന്നി കഴിഞ്ഞാൽ മതി എന്നാ പറഞ്ഞു.